Good morning, ma'am. Good morning, ma'am. Good morning, all. Ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Then കുറച്ച് പേര് കൂടി കയറാനുണ്ടെന്ന് ഓൺലൈൻ ക്ലാസ് അല്ലേ? കുറച്ച് പേരായിട്ടുള്ളല്ലോ. ഓക്കെ, ടൈം ആകുന്നുള്ളല്ലേ? ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ? ഇപ്പോ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി പറഞ്ഞു. ദെൻ നമ്മുടെ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്, അവിടെ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആണോ? അതെ. ഓക്കെ, അപ്പോ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് മൂന്നെണ്ണം പറഞ്ഞായിരുന്നു. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ദെൻ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആൻഡ് MIC. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് നമ്മൾ പറഞ്ഞു വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ്, പ്രത്യേകിച്ച് വലിയ എന്താ പറയാ ജീവന ഭീഷണി ഇല്ലാത്ത തരത്തിലുള്ള പേഷ്യൻസ് ഒക്കെയാണ് നമുക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വിത്ത് ലൈഫ് ത്രെട്ടനിങ് ആണ് അല്ലെ, അതായത് ജീവന ഭീഷണി ഉള്ള തരത്തിലുള്ള പേഷ്യൻസ് ആണ്. അതുപോലെ MIC നമ്മൾ പറഞ്ഞു ഡെവലപ്ഡ് കൺട്രീസിലാണ് കൂടുതലും അത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ക്രിട്ടിക്കലി ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് കൂടുതൽ അല്ലെ. ദെൻ നമ്മൾ എയർ ട്രാൻസ്പോർട്ടിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഡെവലപ്ഡ് കൺട്രീസിലാണ് അത് കൂടുതലായിട്ടും ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത്. ഓക്കെ, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, ജസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇപ്പൊ നമ്മൾ എയർ ട്രാൻസ്പോർട്ട് വരെയാണ് നിർത്തിയത് അല്ലെ. The patient who are more likely to get benefit from air transport are, അതായത് എയർ ട്രാൻസ്പോർട്ടിൽ നിന്നും ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് ഉള്ളത്, അതായത് ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസിനാണ് നമ്മൾ കൂടുതലായിട്ടും എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസ് ആണ് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉള്ളതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ച് മെഡിക്കൽ ടേംസും കുറച്ച് ഡിസീസസിന്റെ നെയിമുകളൊക്കെ വരുന്നുണ്ട്. സ്ക്രീൻ കാണുന്നില്ല? ഓക്കെ ഓക്കെ,
ഇപ്പൊ ഓക്കെ ആണോ? സ്ക്രീൻസ് കാണുന്നുണ്ടോ നിങ്ങളുടെ സ്ക്രീൻ? ഓക്കെ. അപ്പൊ ആർക്കൊക്കെയാണ് എയർ ട്രാൻസ്പോർട്ട് കൂടുതൽ ബെനിഫിറ്റ് ആകുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ച് നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള പേരുകളൊക്കെ കുറച്ച് വരുന്നുണ്ട്. ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട, കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. കുറച്ച് പേരുകളാണ് പറയുന്നത് കേട്ടോ. കുറച്ച് നമ്മുടെ എന്താ പറയാ ഡിസീസസുകളാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ല, വായിക്കുമ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നിയേക്കാം ഒരു പോർഷൻ ആണ്. അപ്പൊ ആദ്യമേ ഞാൻ പറയുകയാണ്, വലിയ ബുദ്ധിമുട്ടല്ല, നമുക്ക് കേൾക്കാത്ത ടേമുകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോ ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഒരു പോയിന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നോക്കാം. പേഷ്യന്റ് വിത്ത് severe trauma and penetrating chest injuries, multi-system injuries, crush injuries, or patient with unstable vital signs. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ പറഞ്ഞത് പേഷ്യന്റ് വിത്ത് ട്രോമ പേഷ്യന്റ് നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെ ട്രോമ എന്ന് പറഞ്ഞാൽ ട്രോമ പേഷ്യൻസ് ഓർമ്മില്ലേ? വലിയ വീഴ്ചകളും മറ്റു ആഘാതങ്ങളും വന്ന് സംഭവിച്ച പേഷ്യൻസ്. ദെൻ പെനേട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്. എന്താ പെനേട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാല്? പെനേട്രേറ്റിംഗ് കേട്ടിട്ടുണ്ടോ? പെനേട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് അതായത് നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന അങ്ങനെയുള്ള പരിക്കുകളില്ലേ. ഇപ്പോ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ അതുപോലെ എല്ലുകൾ തുളച്ചു കയറി ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ് നിറച്ചേറി അങ്ങനെ നമ്മുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന തരത്തിലുള്ള പരിക്കുകളെയാണ് പെനേട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. നിങ്ങൾ മലയാളത്തില് വേർഡൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. എല്ലാവരും തന്നെ എഴുതിക്കോളൂ കേട്ടോ. നമുക്ക് അറിയാത്തൊരു ടൈമല്ലേ, അപ്പൊ നിങ്ങൾ എഴുതി വെച്ചോളൂ. പെനേട്രേറ്റിംഗ് ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന പരിക്കുകൾ. നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന പരിക്കുകൾ. ഓക്കെ, എഴുതിയോ? എഴുതിയോ എല്ലാവരും? ഓക്കെ, ദെൻ മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്. വിവിധ തരത്തിലുള്ള പലതരത്തിലും ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുന്നത്, അപകടങ്ങൾക്ക് സംഭവിക്കുന്നത്. ദെൻ ക്രഷ് ഇഞ്ചുറീസ്. എന്താ ക്രഷ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാല്? നമ്മൾ ക്രഷ് ചെയ്യാന്ന് പറയുന്നത് എന്തിനാ? ക്രഷ് ചെയ്തെടുക്കുന്നൊക്കെ പറയാറില്ലേ, കുക്കിങ്ങിലൊക്കെ പറയില്ലേ ക്രഷ് ചെയ്യുക എന്നൊക്കെ. എന്താ ക്രഷ് ഇഞ്ചുറി മീൻസ്? എന്തായിരിക്കും ഗസ് ചെയ്യാമോ? ക്രഷ് ഇഞ്ചുറി ചതവുകൾ, എന്തെങ്കിലും ഇടയിൽപ്പെട്ട് ചതഞ്ഞു പോ അങ്ങനെയൊക്കെ പറയില്ലേ. അതായത് ചതവുകൾ കേട്ടോ, ശരീരത്തിന്റെ ഭാഗങ്ങളിലെ ചതവുകൾ. അറിയാത്തവരാണെങ്കിൽ എഴുതി വെച്ചോളൂ. ചതവുകൾ, ചതഞ്ഞിട്ടുള്ള പരിക്കുകൾ കേട്ടോ, ചതഞ്ഞ പരിക്കുകൾ. ഓക്കെ, then or patient with unstable vital signs. എന്താ അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ് എന്ന് പറഞ്ഞാല്? അതായത് ശരീരത്തിന്റെ സുപ്രധാന ലക്ഷണങ്ങൾ, മറ്റു അസുഖങ്ങളുമായിട്ട് വരുന്ന കുറെ ലക്ഷണങ്ങളൊക്കെ ഇല്ലേ, അതിലാണ് അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ് എന്ന് പറഞ്ഞാൽ. മീൻസ് സൈൻസുകൾ, സിംറ്റംസുകൾ, ശരീരത്തിന്റെ സുപ്രധാന അടയാളങ്ങൾ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അപ്പൊ ഒന്നുകൂടി വായിക്കാം. Patient with a severe trauma and penetrating chest injuries, multi-system injuries, crush injuries, or patient with unstable vital signs. Okay, ട്രോമ പേഷ്യൻസുകളും ദെൻ നെഞ്ചിലേക്ക് തുളച്ചു കയറിയ ആഘാതങ്ങളുള്ള പേഷ്യൻസും മറ്റു മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്, ദെൻ ചതവുകളും മറ്റും വരുന്നതും, പിന്നെ പേഷ്യൻസിന് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളുള്ള പേഷ്യൻസ്, ഇവർക്കെല്ലാം എന്താണ്? എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റബിൾ ആണ്. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ആർക്കൊക്കെയാണെന്നേ ജസ്റ്റ് ആ പേരിട്ട് വന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം. Patient with acute coronary syndrome in crucial need of revascularization procedure, cardiac tamponade with hemodynamic compromise, cardiogenic shock in need of intra-aortic balloon pump or other assist device. എന്തെങ്കിലും അറിയോ വായിച്ചിട്ട്? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ഒന്നും കിട്ടിക്കാണില്ലല്ലേ? ഓക്കെ, ഓൾമോസ്റ്റ് എനിക്ക് അറിയാം, ആർക്കും ഒന്നും കിട്ടിക്കാണില്ല. കുറെ കടിച്ചപ്പെട്ടാത്ത വാക്കുകളും വേർഡുകളാണ് അല്ലെ.
കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കി എടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വലിയ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടോപ്പിക് അല്ല നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. പേഷ്യന്റ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. എന്താണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം? അതൊരു രോഗമാണ്, ഒരു ഡിസീസ് ആണ് അല്ലെ? ഡിസീസ് ആണെന്ന് മനസ്സിലായി, പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല. ഓക്കെ, ആർക്കെങ്കിലും അറിയാമോ ഈ കൂട്ടത്തില് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്താണെന്ന്? ആർക്കറിയില്ല? കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം, നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൊറോണറി ധമനികൾ, അത് കേട്ടിട്ടുണ്ടോ? രക്തം പോകുന്ന കൊറോണറി ധമനികൾ. ഓക്കെ, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് കാണാമല്ലോ. അപ്പൊ കൊറോണറി ധമനികളിൽ രക്തയോട്ടം കുറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ കുറയുന്നതിനാൽ നമ്മുടെ ഹൃദയപേശിയുടെ ഒരു ഭാഗം ശരിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരും. ബ്ലഡ് സർക്കുലേഷൻ വേണ്ട നല്ല രീതിയിൽ, അപ്പോഴേ ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. സോ കൊറോണറി ധമനികളിൽ രക്തയോട്ടം കുറയുന്നു. രക്തയോട്ടം കുറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയപേശികളിൽ ഒരു ഭാഗം ശരിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. അതാണ് ഈ ഒരു അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. ഹൃദയപേശികളുടെ പ്രവർത്തനം ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടക്കാതെ വരുന്നൊരു അവസ്ഥ. അതായത് കാരണം എന്താണ്? രക്തയോട്ടം കുറയുന്നത്. അതാണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇങ്ങനെ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം വരുന്ന പേഷ്യൻസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചുവേദന വരും. കാരണം എന്താണ്? ഹൃദയത്തിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നില്ല. സോ നെഞ്ചുവേദനയും നമ്മളുടെ ലെഫ്റ്റ് ഈ തോളിന്റെ ഇവിടെ, അതായത് ഇടത്തെ തോളിന്റെ ഈ ഒരു വശം ഒരു വേദനയും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. ഇതാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട, വലിയ കുഴപ്പമില്ല. സംഭവം എന്താണെന്ന് ഇത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. അതായത് ഈ കൊറോണറി ധമനികളിൽ രക്തയോട്ടം കുറയുമ്പോൾ ഹൃദയപേശികൾ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. സോ അപ്പൊ നമുക്ക് അതുമായിട്ട് നെഞ്ചുവേദനയും മറ്റും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. ഓക്കെ ആയോ? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ, എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. വേറെ എക്സാമിനൊന്നും അങ്ങനെ അതിൽ നിന്ന് കൂടുതൽ ചോദിക്കുന്നില്ല കേട്ടോ. അപ്പൊ സംഭവം ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഏതൊക്കെ പേഷ്യൻസിനാണെന്ന് ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാലും മതി. ഓക്കെ, അപ്പോ patient with acute coronary syndrome in crucial need of revascularization. എന്താ revascularization? കേട്ടിട്ടുണ്ടോ? Revascularization കേട്ടിട്ടുണ്ടോ നിങ്ങള്? നിങ്ങള് കണ്ടു പേടിക്കൊന്നും വേണ്ട, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. റിവാസ്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളുടെ ബ്ലഡ് ഇപ്പൊ ബ്ലോക്ക്, നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും? അത് കേട്ടിട്ടാണല്ലോ എല്ലാവരും അല്ലെ? ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ബ്ലോക്കുകളൊക്കെ സംഭവിക്കുമ്പോൾ, ബ്ലോക്ക് ഉണ്ടായിട്ടാണല്ലോ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്നത്. സോ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ബ്ലോക്ക് ബാധിച്ച ഒരു ശരീരഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിനോ ഒരു എന്താ ഒരു പെർഫ്യൂഷൻ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിവാസ്കുലറേഷൻ. അതായത് ബ്ലോക്ക് സംഭവിക്കുമ്പോ അല്ലെ, സ്ട്രോക്ക്. ഓക്കെ, അതായത് നമ്മൾ ഇപ്പൊ ബ്ലോക്ക് ഒക്കെ സംഭവിക്കുമ്പോൾ കിട്ടുന്നുണ്ട്, സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശസ്ത്രക്രിയയിലൂടെ. അത് മെയിൻ ആയിട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി ഒക്കെ. അതാണ് ഈ റിവാസ്കുലേഷൻ ഉദ്ദേശിക്കുന്നത്. പേര് കേട്ട് വലിയ പേടിക്കണ്ട. അതായത് നമ്മുടെ ശരീരത്തിലെ ബ്ലോക്കുകളും കാര്യങ്ങളും വരുമ്പോ അതിന്റെ പെർഫ്യൂഷൻ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് റിവാസ്കുലേഷൻ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. വലിയ അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും നമുക്ക് വരുന്നില്ല. നമുക്ക് ആ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ, അതിനു വേണ്ടി പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം മനസ്സിലായല്ലോ. രക്തയോട്ടം കുറയുമ്പോ ഹൃദയപേശികളുടെ പ്രവർത്തനം നടക്കാതെ വരുന്ന അവസ്ഥയാണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. റിവാസ്കുലേഷൻ മീൻസ് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ബ്ലോക്ക് വരുമ്പോ അതിനെ നമ്മൾ മാറ്റാനായിട്ട് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനം. ഇപ്പോ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആയോ? രണ്ട് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, റിവാസ്കുലറേഷൻ. ക്ലിയർ ആയോ? അത്യാവശ്യം കുറച്ച് മനസ്സിലായില്ലേ? മനസ്സിലായോ? എന്ത് പറ്റി? ആരും ഒരു റെസ്പോണ്ട് ഇല്ലാലോ. ഈ കടിച്ചാപ്പണ്ടാത്ത പേരുകൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ,
കുഴപ്പമില്ല, നിങ്ങൾ പേര് മാത്രമാണ് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു തീർത്താൽ മാത്രം മതി കേട്ടോ. ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുതും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ പേഷ്യന്റ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഇൻ ക്രൂഷ്യൽ നീഡ് ഓഫ് റിവാസ്കുലറേഷൻ പ്രൊസീജിയർ കാർഡിയാക് ടെമ്പോണേറ്റ്. അതെന്താ കാർഡിയാക് ടെമ്പോണേറ്റ്? കാർഡിയാക് ടെമ്പോണേറ്റ് വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ്. ഇനി നെക്സ്റ്റ് നോക്കാം, കാർഡിയാക് ടെമ്പോണൈഡ്. എന്താ കാർഡിയാക് ടെമ്പോണൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒരു നമ്മുടെ ഹൃദയത്തിന്റെ പെരിക്കാർഡിയൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം കേട്ടിട്ടുണ്ടോ? ഒരു സഞ്ചി പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു പെരിക്കാർഡിയൽ ദ്രവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ പെരിക്കാർഡിയൽ ദ്രവം കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്ന അതുമൂലം ഹൃദയത്തിന്റെ ഒരു എന്താ പറയുക ഒരു കംപ്രഷൻ ആണ്. ഇപ്പൊ നമ്മൾക്ക് അതിന് എന്താ പറയാനുള്ളത് വെച്ചാൽ തലകറക്കം അല്ലെങ്കിൽ ശ്വാസതടസ്സമൊക്കെയാണ് അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. കാരണം ഹൃദയത്തിനുള്ളില പെരിക്കാർഡിയൽ ദ്രവം എന്ന് പറഞ്ഞിട്ടുള്ള ദ്രവം അടിഞ്ഞു കൂടുമ്പോ ആ ഹൃദയത്തിന്റെ ഒരു കംപ്രഷൻ മീൻസ് ഹൃദയത്തിലൊരു എന്താ പറയുക ഒരു ഹൃദയത്തിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ, അതിനെയാണ് ഈ കാർഡിയാക് ടെമ്പോണൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാർഡിയാക് മീനിങ് മനസ്സിലാക്കുന്നതിന് അറിയാലോ, ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു ഡിസീസസ് ആണ്. അത്രയെങ്കിലും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, കൂടുതലായിട്ടൊന്നും പഠിച്ചില്ലെങ്കിലും ഹാർട്ടിന് വരുന്ന ഒരു ഡിസീസ് ആണ്. ഓക്കെ, അത്രയും മതി നമുക്ക്. പോരെ? അത്രയും പോരെ? മതിയില്ലേ അത്രയും? എങ്കിലും ഓവറായിട്ടൊന്നും പഠിക്കണ്ട, അത്യാവശ്യം വേണ്ടതിന് മാത്രം പഠിച്ചു പോകാം. ഓക്കെ, ഹാർട്ടിന് വരുന്ന ഒരു ഡിസീസസ് അത്രയും മതി നമുക്ക്. ഓക്കെ, ഹീമോഡൈനാമിക്. എന്താ ഹീമോഡൈനാമിക് എന്ന് പറഞ്ഞാല്? ഹീമോഗ്ലോബിൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഹീമോഗ്ലോബിൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഹീമോഗ്ലോബിൻ ബ്ലഡ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ബ്ലഡുമായിട്ട് ഹീമോഡൈനാമിക് അല്ലെ, അതായത് ബ്ലഡ് സർക്കുലേഷൻ രക്തപ്രവാഹത്തിന്റെ ഒരു എന്താ പറയാ രക്തപ്രവാഹത്തിന്റെ വരുന്ന ഒരു വ്യത്യാസം അല്ലെങ്കിൽ രക്തപ്രവാഹത്തിൽ വരുന്ന ഏറ്റക്കുറിച്ചിലുകളൊക്കെയാണ് ഹീമോഡൈനാമിക് സിറ്റുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹീമോഡൈനാമിക് എന്ന് പറഞ്ഞാൽ രക്തപ്രവാഹത്തിൽ വരുന്ന മാറ്റങ്ങളാണ് കേട്ടോ. കാർഡിയോജെനറ്റിക് ഷോക്ക്. എന്താ കാർഡിയോജെനിക് ഷോക്ക്? കാർഡിയോ നമ്മൾ പറഞ്ഞു ഹൃദയ സംബന്ധമായിട്ട് വരുന്ന കാര്യമാണ് അല്ലെ. അതായത് ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ രക്തപ്രവാഹത്തിന്റെ ഒരു അപര്യാപ്തത, അതാണ് കാർഡിയോ ഷോക്ക്. മീൻസ് ഹൃദയത്തിന്റെ തകരാറ് പെട്ടെന്ന് ഷോക്ക് ആവുന്ന ഒരു അവസ്ഥ, ഹൃദയത്തിന്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കാർഡിയോ ഷോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇച്ചിരി വലിയ പേരുകളും ടേമുകളൊക്കെയാണ്, വലിയ കുഴപ്പമില്ല, സംഭവം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനെന്ന് നിങ്ങൾക്ക് പറയുന്നില്ല. ഓക്കെ, അടുത്തൊരെണ്ണം കൂടി വരുന്നുണ്ട്, ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പ്. എന്താ എറോട്ടിക് ബലൂൺ പമ്പ്? ഒന്നുകൂടെ പറയാട്ടോ, ടെൻഷൻ ആവുന്നുണ്ടാവില്ല, ബുദ്ധിമുട്ടില്ല. അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ രക്തപ്രവാഹത്തിന്റെ അതുപോലെ ഹൃദയ പേശികൾ പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. റിവാസ്കുലേഷൻ മീൻസ് നമ്മളുടെ ശരീരാവയവങ്ങളിൽ ബ്ലോക്കുകൾ വരുമ്പോൾ നമ്മൾ ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് റിവാസ്കുലേഷൻ. നമ്മൾ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ഇതിന് വേണ്ടി ഉപയോഗിക്കും. കാർഡിയാക് ടെമ്പോണൈഡ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ട് വരുന്ന ഒരു എന്താ പറയുക ഒരു ഡിസീസസ് ആണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കാം. കാർഡിയാക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയ സംബന്ധമാണല്ലോ. സോ കാർഡിയാക് ടെമ്പോണൈഡ് എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ട് വരുന്ന ഒരു ഹൃദയത്തിൽ വരുന്ന ഒരു തകരാറാണ്. ഹീമോഡൈനാമിക് രക്തപ്രവാഹത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മൂലം വരുന്ന ഒരു ഇതാണ് ഇത് ഹീമോഡൈനാമിക്. ഹീമോഗ്ലോബിനെ ആലോചിക്കാം. രക്തമായിട്ട് ഹീമോഗ്ലോബിൻ മീൻസ് ബ്ലഡ് അല്ലേ. സോ ബ്ലഡ് സർക്കുലേഷനിൽ വരുന്ന വ്യത്യാസമാണ് ഹീമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാർഡിയോജെനറ്റിക് ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ അവിടെ രക്തപ്രവാഹത്തിന്റെ എന്താ ഒരു അപര്യാപ്തത വരും. രക്തം നന്നായിട്ട് നല്ല രീതിയിൽ പമ്പ് ചെയ്യുമ്പോഴല്ലേ ഹൃദയം അതുമായിട്ട് പ്രവർത്തിക്കുള്ളൂ. സോ ഒരു ഹൃദയത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിന്റെ നിലയ്ക്കുന്ന ഒരു അവസ്ഥ. ഇത്രയും മനസ്സിലായോ? ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, നമുക്ക് ആ പേരുകൾ മാത്രം പഠിക്കാനുള്ളൂ. ഓക്കെ, അതുകൊണ്ട് കുറെ ഓവറായിട്ട് പഠിക്കേണ്ട ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോ എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരെണ്ണം കൂടി ഇതിൽ വരുന്നുണ്ട്, ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പ്. ഇനി എറോട്ടിക് ബലൂൺ പമ്പ് എന്താണെന്ന് വളരെ ഷോർട്ട് ആക്കി പറഞ്ഞു തരാം. വളരെ വിശാലമായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. വിശാലമായിട്ട് പഠിച്ചാലും നമ്മളുടെ തലയിൽ അത് ഇരിക്കാൻ പോകുന്നില്ല എന്തായാലും അല്ലെ. അപ്പൊ വളരെ ഷോർട്ടായിട്ട് നമുക്ക് ആവശ്യം വേണ്ടത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോ എറോട്ടിക് പമ്പ് ഉദ്ദേശിക്കുന്നത് അതായത് ഹൃദയാഘാതം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ ഈ നമ്മുടെ ഒരു മയോകാർഡിയൽ ഓക്സിജൻ എന്ന് പറഞ്ഞൊരു
വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ്. അതായത് മീൻസ് നമ്മുടെ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ കുറയുമ്പോൾ അത് കൂട്ടാൻ വേണ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ഉപകരണമാണ് എന്ത് എയറോട്ടിക് ബലൂൺ പമ്പ്. എയറോട്ടിക് ബലൂൺ പമ്പ് ഹൃദയത്തിന്റെ ഉള്ളിൽ സ്ഥാപിക്കുന്ന ചെറിയൊരു ഉപകരണമാണ്. അതായത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയൊരു ഉപകരണമാണ് ഈ എയറോട്ടിക് ബലൂൺ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പോരെ, അത്രയും പോരെ നമുക്ക്, അതിൽ കൂടുതലൊന്നും വേണ്ട. ഓക്കെ ഓക്കെ ആയോ? ഈ ഒരു കുഞ്ഞു പോർഷനിൽ മാത്രം ഇത്തിരി ടഫ് ആയിട്ടുള്ള വരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല, പേടിക്കണ്ട. നോക്കാം. പേഷ്യന്റ്, നെക്സ്റ്റ് പോയിന്റ്, പേഷ്യന്റ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. അല്ലെ, നമുക്കറിയാം ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് ഏറ്റവും കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത് എയർ ട്രാൻസ്പോർട്ട് ആണ്. അല്ലെ, എയർ ട്രാൻസ്പോർട്ട് ആണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, ബ്ലോക്ക് കാര്യങ്ങളൊന്നും കിട്ടാതെ പെട്ടെന്ന് തന്നെ ഇത്ര സമയത്തിനുള്ളിലൊക്കെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ ഇത്ര ടൈമിങ്ങിനും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ എയർ ട്രാൻസ്പോർട്ട് ആണ്. അല്ലെ, അപ്പൊ പേഷ്യന്റ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് മെയിൻ ആയിട്ട് പറയണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് തന്നെയാണ്. അല്ലേ, ആണോ? നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതില്ലേ ഏറ്റവും കൂടുതൽ എയർ ട്രാൻസ്പോർട്ട് ചെയ്തത് എവിടെയാ? ഓർഗൻ ട്രാൻസ്പ്ലാന്റിനാണ്. അല്ലെ, ആയിരിക്കും. ക്രിട്ടിക്കലി ഇൽ ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ്. ഇനി ക്രിട്ടിക്കലി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ സർജിക്കൽ പേഷ്യൻസ്, സർജിക്കലായിട്ട് സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനെയും കൂടുതലും ചിലപ്പോ ഈ എയർ ട്രാൻസ്പോർട്ട് ഇത്ര ടൈമിനുള്ള അടുത്ത വലിയൊരു മേജർ സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എയർ ട്രാൻസ്പോർട്ട് യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എയർ ട്രാൻസ്പോർട്ടിൽ ബെനിഫിറ്റബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. കുറച്ച് പേരുകളുണ്ട്, പേരുകൾക്ക് ഇച്ചിരി പ്രാധാന്യത കൊടുത്തത് പഠിക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. എയർ ട്രാൻസ്പോർട്ടിൽ ഉൾപ്പെടുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയണം, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അക്കംപൈനിങ് ദ പേഷ്യന്റ്. ഇനി അക്കംപൈനിങ് ദ പേഷ്യന്റ്, അതായത് അക്കംപൈനിങ് മീൻസ് എന്താണ്? അക്കംപൈനിങ് മീനിങ് എന്താ? അക്കംപൈൻ ചെയ്യുക, അനുഗമിക്കുക, അല്ലെങ്കിൽ കൂടെ പോകുക എന്നൊക്കെ പറയില്ലേ? സോ പേഷ്യൻസിന്റെ കൂടെ അനുഗമിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. It is normally suggested to have at least 2 professional personnel accompanying the patient to be shifted. The care needed by each patient in the course of transfer relies on the level of patient's critical care. Dependency and correspondingly are divided into. പറയാൻ പോണേണ്. അപ്പോ ഇവിടെ അക്കംപൈനിങ് ദ പേഷ്യൻസിൽ പറയുന്നത് 2 പ്രൊഫഷണലെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. നമ്മള് ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിൽ എന്താണ് അക്കംപൈനിങ് ആയിട്ട് കൂടെ പേഷ്യൻസിന്റെ കൂടെ മിനിമം ഒരു 2 പ്രൊഫഷണൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. Then the care needed by each patient in the course of transfer relates on the level of patient's critical care. Dependency and correspondingly are divided into. അതായത് നമ്മൾ പറഞ്ഞു, ഒരു നോർമലി ഒരു പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രൊഫഷണൽ സ്റ്റാഫെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ രോഗിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ അറ്റ്ലീസ്റ്റ് നീഡഡ് ബൈ ഈച്ച് പേഷ്യന്റ്, രോഗിക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം രോഗിയുടെ ആ ഒരു ക്രിട്ടിക്കൽ കെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെ, അതായത് ചിലപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആൾക്കാർക്ക് എന്തായാലും ഒരു 2 പേര് അത്യാവശ്യമാണ്. സോ ആ രോഗിയുടെ കണ്ടീഷൻ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് വേണം പരിചരണം ചെയ്യുവാൻ, രോഗിക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം നൽകുവാൻ. ഇത് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഓരോ രോഗിയുടെ സ്റ്റേജസ് ആണ് പറയാൻ പോകുന്നത്. ലെവൽ 0, 1, 2 and 3. എളുപ്പമാണ്. ഇത് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ലെവൽ 0 വരുന്ന പേഷ്യൻസ് എങ്ങനെയാണെന്നോ managed at the ward level of ward in a hospital and are normally not needed to be accompanied by any specialized personnel. ലെവൽ 0 ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓരോ സിറ്റുവേഷൻസ് ആണ് നോക്കുന്നത് പേഷ്യൻസിന്റെ. ഓക്കെ, ലെവൽ 0. അപ്പോ ലെവൽ 0 നോക്കാം, ഒന്നുകൂടി വായിക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യന്റ് ഹൂ ക്യാൻ മാനേജ് അറ്റ് ദ വാർഡ് ലെവൽ of ward in a hospital and are more
are normally not needed to be accompanied by any specialized person. അപ്പൊ അതായത് ആശുപത്രിയില് എന്താ പറയുന്നത് ഇവിടെ, ഇത് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് യു ക്യാൻ ബി മാനേജ്ഡ്. ആശുപത്രിയുടെ വാർഡിന്റെ ഒരു വാർഡ് തലം നമ്മൾക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നതാണെങ്കിൽ അവിടെ ഒരു സ്പെഷ്യലൈസ്ഡിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് ചില പേഷ്യൻസിനെ, അതായത് അവിടെ വരുന്നത് നോർമലി പേഴ്സൺ ആണ് ഈ ലെവൽ 0 വരുന്നത്. വേറെ സ്പെഷ്യലൈസ്ഡ് പേഴ്സണലിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് ട്രാൻസ്ഫറിന്റെ വേളയിൽ അല്ലെ. ചിലപ്പോ അവരുടെ കൂടെയുള്ള റിലേറ്റീവ്സ് മാത്രം പോയാൽ മതിയായിരിക്കും. വേറെ നോർമലി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പേഴ്സൺ ആണ് ലെവൽ 0 വരുന്നത്. അപ്പൊ നമ്മൾ കൂടെ ചിലപ്പോ ഒരു സ്റ്റാഫിന്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ, അതാണ് ലെവൽ 0. നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിച്ചോളൂ കേട്ടോ. ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ കിട്ടും. അപ്പോ 0 വരുന്നത് ജസ്റ്റ് ഒരു വാർഡ് ലെവലൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാള് അക്കമ്പനി ചെയ്ത് പോകേണ്ട കാര്യം ഇല്ല. ഇതാണ് ലെവൽ 0 വരുന്നത്. ഇനി ലെവൽ 1 വരുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവിടെ മാറ്റം വരുന്നത്. ലെവൽ 1 it consists of those patients who are at deteriorating condition in the course of the transfer but can be managed in acute ward setting by the support of critical care team. They usually should accompanied by a paramedic UI, a trained nurse. Paramedic unit ആണ് കേട്ടോ. അപ്പൊ ഇനി ലെവൽ 1 അപ്പൊ നമ്മള് ലെവൽ 0 പറഞ്ഞത് എന്താണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നോർമലി ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ നമ്മൾ ഒരു സ്പെഷ്യൽ പേഴ്സൺ കൂടെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി ലെവൽ 1 വന്നപ്പോ സിറ്റുവേഷൻ മാറി അല്ലെ. ലെവൽ 1 വന്നപ്പോ ഡിക്റ്റേറ്ററി കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ മീനിങ്? ഡിക്റ്റേറ്ററി കണ്ടീഷൻ it consists of the patient who are dictatorial condition. അതായത് ട്രാൻസ്ഫറിന്റെ ആ ഒരു സമയത്ത് ചിലപ്പോ കണ്ടീഷൻ വഷളാവുക എന്നൊക്കെ പറയില്ലേ, മോശമാവുക, പെട്ടെന്ന് വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരും, ഓർഡറയില് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയോ അങ്ങനെ ഒരു വഷളായിക്കൊണ്ടിരിക്കുന്ന രോഗികളൊക്കെയാണ് ലെവൽ 1 ഉൾപ്പെടുന്നത്. അതായത് ഇത്തിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ലെവൽ 1 ഉൾപ്പെടുന്നത്. അവർക്ക് ചിലപ്പോ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഡിക്റ്റേറ്റർ മോശമായിട്ടുള്ള അവരുടെ കണ്ടീഷൻ വഷളാകുന്ന രീതിയിലുള്ള രോഗികളാണ് ലെവൽ 1 വരുന്നത്. അപ്പോ ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ പിന്തുണയും അക്യൂട്ട് വാർഡ് ക്രമീകരണം മീൻസ് അതായത് അതിന് സജ്ജീകരിച്ചിട്ടുള്ള ഈ ആംബുലൻസുകളും കാര്യങ്ങളിലും ആയിരിക്കണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ ഒരു പാരാമെഡിക്കൽ യൂണിറ്റിന്റെ നഴ്സും വേണം, കൂടെ ഒരു നഴ്സും ഉണ്ടായിരിക്കണം, ട്രെയിൻഡ് നഴ്സ്. അപ്പൊ 2 നഴ്സുമാർ അവിടെ ഉണ്ടായിരിക്കണം ലെവൽ 1. ഒന്നുകൂടി പറയാം, ലെവൽ 0 എന്ന് ഉദ്ദേശിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. സോ അങ്ങനെ വരുമ്പോ കൂടെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നേഴ്സിന്റെ ആവശ്യം വരുന്നില്ല. ലെവൽ 1 എന്ന് പറയുന്നത് ഈ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ടൈമില് വഷളായിക്കൊണ്ടിരിക്കുന്ന രോഗികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മീൻസ് ക്രിട്ടിക്കലി കുറച്ചിത്തിരി ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആയിരിക്കുമല്ലോ അപ്പോ ഈ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. സോ അങ്ങനെ വരുന്ന പേഷ്യന്റുകളാണ് ലെവൽ 1 ഉൾപ്പെടുന്നത്. അപ്പോ അവര് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു സപ്പോർട്ട് പോലുള്ള ക്രിട്ടിക്കൽ ടീം വേണം. അതായത് ദിസ് ഷുഡ് ബി അക്കമ്പനിഡ് ബൈ ഒരു പാരാമെഡിക് യൂണിറ്റിൽ ഒരു നഴ്സും വേണം, ഒരു ട്രെയിൻഡ് നഴ്സും വേണം. 2 നഴ്സ് കൂടെ ഉണ്ടായിരിക്കണം ലെവൽ 1. ക്ലിയർ ആയോ? 0യും 1ഉം ക്ലിയർ ആയോ? ഓക്കെ, അത്രയും നിങ്ങൾ നോക്കിയാൽ മതി. വലിയ കുറെ നമ്മൾ നോക്കണ്ട കേട്ടോ. എളുപ്പത്തിൽ മാക്സിമം ഷോർട്ട് ആക്കിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതിലും ഷോർട്ട് ആക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ. അത്യാവശ്യം നിങ്ങൾക്ക് മാക്സിമം ഷോർട്ട് ആക്കി തന്നെയാണ് മീനിങ് പറയുന്നത്. കുറെ നമ്മള് വായു വലിച്ച് കുറെ പഠിച്ചിട്ടൊരു കാര്യമില്ല, നമുക്ക് തലയിൽ ഇരിക്കില്ല. എന്തായാലും നിങ്ങൾ മീനിങ് മനസ്സിലാക്കി പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ 0 നോക്കി, 1 നോക്കി. ഇനി ലെവൽ 2 എന്താണ് വരുന്നത് നോക്കാം. ചിലപ്പോ ഇതിലും കൂടി കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിരിക്കാം. നോക്കാം. It consists of patients who are in need of observation or intervention or failure of single organ system and have to be accompanied by trained and professional personnel. നോക്കാം. It consists of patients who are in need of observation നിരീക്ഷണവും ഇന്റർവെൻഷൻസും അല്ലെ. അതായത് നിരീക്ഷണവും അല്ലെങ്കിൽ അവരായിട്ട് കൂടുതലും നമ്മള് ഇന്റർവെൻഷൻ മീൻസ് എന്താണ്, ഇതുപോലെ തന്നെ നമ്മള് ഒബ്സർവേറ്റ് ചെയ്ത് നോക്കുക എന്നൊക്കെ പറയില്ലേ, കൂടുതൽ കെയർ കൊടുത്ത് നോക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ കൂടുതലായിട്ട് ഒബ്സർവേഷൻ വരുന്ന പേഷ്യൻസ് ആണ് ലെവൽ 2 വരുന്നത്. കൂടാതെ
ഇടപെടൽ, അതായത് അവരോട് ഇടപെട്ട് കൂടുതൽ നേരം ചെയ്യുക, അവരെ നിരീക്ഷിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള പേഷ്യൻസ് ആണ് ലെവൽ 2 വരുന്നത്. ഇനി ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ, ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെയാണ് ഈ ഒരു ലെവൽ 2 വരുന്നത്. സിംഗിൾ ഓർഗൻസ് കേട്ടോ, സിംഗിൾ ഓർഗൻസിന്റെ ഫെയിലിയർ വരുന്നതാണ് ലെവൽ 2 വരുന്നത്. അവിടെയും 2 പേഴ്സണൽ അക്കമ്പൈൻഡ് ആയിട്ട് പോകണം. ഒരു ട്രെയിനഡ് പ്രൊഫഷണൽ പേഴ്സണൽ ബൈ ട്രെയിനഡ് ആൻഡ് പ്രൊഫഷണൽ പേഴ്സണൽ, 2 വ്യക്തികൾ കൂടെ പോയിരിക്കണം. ഓക്കെ, ലെവൽ 2 വരുന്നത് ഒബ്സർവേഷൻ ആവശ്യമുള്ള പേഷ്യൻസും കൂടാതെ സിംഗിൾ ഓർഗൻ സിസ്റ്റം, സിംഗിൾ ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻസ് കേട്ടോ, ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻസ് അത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ലെവൽ 2 ആണ് ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ. പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ 2 നമ്മൾ പറഞ്ഞു ഒബ്സർവേഷൻ ആവശ്യമായിട്ടുള്ളതും ഒരു സിംഗിൾ ഓർഗൻസിന്റെ ഫെയിലിയർ ഉള്ള പേഷ്യൻസ് ഒക്കെയാണ് 2 വരുന്നത്. അതുപോലെ അവിടെയും ഒരു ട്രെയിനഡ് സ്റ്റാഫും ഒരു പ്രൊഫഷണൽ പേഴ്സണലും കൂടെ പോണം, അക്കമ്പൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ലെവൽ 2 ഓക്കെ ആയോ? കുഴപ്പമില്ലല്ലോ, മനസ്സിലായോ ലെവൽ 2? ഓക്കെ, ഇനി ലെവൽ 3 നോക്കാം കേട്ടോ. ലെവൽ 3 വരുന്നത് it consists of patient with need of advanced respiratory care during the transport with the support of at least two failing organ system. Underline ചെയ്തോളൂ, 2 failing organ system underline ചെയ്യാട്ടോ. അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? 2 ഫെയിലിയർ അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് പേഷ്യന്റ് വിത്ത് നീഡ് ഓഫ് അഡ്വാൻസ്ഡ് റെസ്പിറേറ്ററി കെയർ. ഏതാ റെസ്പിറേറ്ററി? റെസ്പിറേറ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. റെസ്പിറേറ്ററി എന്താ? റെസ്പിറേറ്ററി ശ്വസനം അല്ലെ? അപ്പോ ഇങ്ങനെ ശ്വസനത്തിന്റെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ്, പിന്നെ അതായത് ശ്വസനത്തിന്റെ ബുദ്ധിമുട്ടുള്ളവരും. ഇനി സപ്പോർട്ട് ടു അറ്റ്ലീസ്റ്റ് 2 ഫെയിലിംഗ് ഓർഗൻ സിസ്റ്റം. നമ്മൾ ലെവൽ 2 പറഞ്ഞത് ഏതെങ്കിലും ഒരു ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ലെവൽ 2 വരുന്നത്. പക്ഷെ ലെവൽ 3 ആയപ്പോഴേക്കും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി അല്ലെ? കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി. റെസ്പിറേറ്ററി കെയർ കൂടുതൽ കിട്ടണം. അതുപോലെ തന്നെ ഏതെങ്കിലും 2 ഓർഗൻസ് ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ഈ ലെവൽ 3 ഉൾപ്പെടുന്നത്. ഇനി അവിടെ ആരൊക്കെയാണ് കൂടെ പോകട്ടെ നോക്കാം കേട്ടോ. These patients must be accompanied by the component doctor along with a nurse and paramedic. ഇവിടെ ഒരു ഡോക്ടർ കൂടെ പോകണം, ഒരു പാരാമെഡിക് വേണം, ഒരു നേഴ്സ് വേണം. 3 പേരായിരിക്കണം അക്കമ്പൈൻ ചെയ്ത് പോവേണ്ടത്. ലെവൽ 3 3 പേരായിരിക്കണം അക്കമ്പൈൻ ചെയ്യേണ്ടത്. ഡോക്ടർ, ഒരു നേഴ്സ്, ഒരു പാരാമെഡിക്. ക്ലിയർ ആയോ? ഇപ്പൊ കണക്ട് ചെയ്ത് പെട്ടെന്ന് എളുപ്പമായോ നിങ്ങൾക്ക് പഠിക്കാൻ? എളുപ്പമായോ പഠിക്കാനായിട്ട്? ഓക്കെ, മാക്സിമം ഷോർട്ട് ആക്കിയില്ലേ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയോ? ഓക്കെ, നമുക്കൊന്നും കൂടി ഫസ്റ്റ് തുടങ്ങി പറയാം കേട്ടോ. ഫസ്റ്റ് തുടങ്ങി ഒരു പ്രാവശ്യം കൂടി പറയാം, എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ലെവൽ 0 ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കാം. ലെവൽ 0 നമ്മൾ പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതായത് ആൾ ട്രാൻസ്ഫർ ചെയ്യണം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോ എന്താണ് ഒരു നിയന്ത്രിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഉദ്യോഗസ്ഥന്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. അക്കമ്പൈൻ ചെയ്ത് കൂടെ പോകണം എന്ന് നിർബന്ധമൊന്നുമില്ലാന്ന്. ലെവൽ 1 വന്നപ്പോൾ പറയുന്നത്, ലെവൽ 1 പറയുന്നത് നമുക്കറിയാം, ഈ പോകുന്ന വേളയിൽ, അതായത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന വേളയിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വഷളാകുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ് ലെവൽ 1 പറഞ്ഞത്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള തരത്തിലുള്ള പേഷ്യൻസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. അവിടെ നമ്മൾ ഒരു പാരാമെഡിക്കും വേണം, ഒരു ട്രെയിൻഡ് നേഴ്സും കൂടെ പോയിരിക്കണം. ലെവൽ 1 0 ആരും പോകേണ്ട ആവശ്യമില്ല, നോർമൽ ആയിട്ടുള്ള പേഷ്യൻസുകളാണ്. ലെവൽ 2 പറയുന്നത് സിംഗിൾ ഓർഗൻ ഫെയിലിയർ. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പ്രത്യേകം. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ലെവൽ 2 വരുന്നത് ഒബ്സർവേഷനും വേണം, അതുപോലെ ഏതെങ്കിലും ഓർഗൻസിന്റെ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ലെവൽ 2 വരുന്നത്. ഓക്കെ, ഇനി ലെവൽ 3 വരുന്നത്
റെസ്പിറേറ്ററി കെയർ അല്ലെ, ശ്വസനത്തിന്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ അറ്റ്ലീസ്റ്റ് 2 ഫെയിലിംഗ് ഓർഗൻസ്. ഓക്കെ, 3 വരുന്നത് 2 ഫെയിൽ ഓർഗൻസും ലെവൽ 2 വരുന്നത് സിംഗിൾ ഓർഗൻ ഫെയിലിയർ. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയോ? 4 1 0 1 2 3. ഓക്കെ, അത്യാവശ്യം മനസ്സിലായില്ലേ? അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നതൊക്കെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ മൊത്തത്തിൽ വായിക്കണ്ട, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ലെവൽ 0 1 2 and 3 പെട്ടെന്ന് തന്നെ വായിച്ചോളൂ കേട്ടോ. ദെൻ ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റ് 10 minutes ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾ ഓക്കെ ഇങ്ങനെ പറയാലോ നമുക്ക്. ലെവൽ 1 പറയുന്നത് എന്താണ്? അതായത് പോകുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയില് ചിലപ്പോൾ സിറ്റുവേഷൻ വഷളായിക്കൊണ്ടിരിക്കുന്ന രോഗികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് 1. സോ അങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേഷ്യന്റിന്റെ ഒപ്പം നമ്മൾ റിലേറ്റീവ്സ് മാത്രമുള്ളെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് ടീം കൂടെ വേണം, ഒരു പാരാമെഡിക്കലും വേണം, ഒരു ട്രെയിൻഡ് നഴ്സും കൂടെ വേണം. പോകുന്ന വേളയില് ക്രിട്ടിക്കൽ എന്തെങ്കിലും സിറ്റുവേഷൻ വഷളാകുന്നതാണ് ലെവൽ 1 എന്ന് പറയുന്നത്. 2 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സിംഗിൾ ഫെയിലിയർ ഓർഗാനിസം. ഓക്കെ, ഇനി ലെവൽ 3 എന്ന് പറഞ്ഞാൽ 2 ഫെയിലിയർ ഓർഗാനിസം. അങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ, എളുപ്പമായിരിക്കും കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ. 0 1 2 and 3 വായിച്ചോളൂ. ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഒക്കെ കിട്ടും കേട്ടോ. ലെവൽ 1 2 സ്റ്റാഫാണ്, ഒരു പാരാമെഡിക് യൂണിറ്റും ദെൻ ഒരു ട്രെയിനഡ് നഴ്സും. നിങ്ങൾ വായിച്ച് നിങ്ങൾക്കത് മനസ്സിലായതിനു ശേഷം മാത്രം നമ്മൾ ടെക്സ്റ്റിലോട്ട് പോകുന്നുള്ളൂ. കംപ്ലീറ്റ് ആകുമെന്നും പറയാനേ, വായിക്കേണ്ട എല്ലാവരും. നമുക്കൊരു കാര്യം വായിച്ചത് ക്ലിയർ ആയിട്ട് മനസ്സിലായതിനു ശേഷം മാത്രമേ നെക്സ്റ്റിലോട്ട് പോയാൽ മതി. ഓക്കെ, കംപ്ലീറ്റ് ആയോ? 4 ലെവലുകൾ 0 1 2 and 3. ഓക്കെ, ഡൺ. ദെൻ കണ്ടിന്യൂ ചെയ്യാലോ. വായിച്ചോ? ഓൾമോസ്റ്റ് എല്ലാവരും വായിച്ചു അല്ലേ? വായിച്ചു കഴിഞ്ഞായിരുന്നോ?
Okay, next continue ചെയ്യാലോ നോക്കാം. The accompanying person should be aptly trained, competent and experienced, and preferably should have done training in patient transfer and should have enough training in advanced cardiac life support, airway management, and critical care. If the physician is not available to shift unstable patient, then the provision of contacting the physician concerned by the transport term should certainly be ready for the service. നോക്കാം. The accompanying person should be aptly trained. Accompanied person എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൂടെ പോകുന്ന വ്യക്തി. വെറുതെ ഒരാൾക്കും കൂടെ പോകാൻ പറ്റില്ല. അതിന് aptly trained ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. ആ ഒരു ഇതുമായിട്ട് ട്രാൻസ്ഫർ സമയത്ത് അങ്ങനെ പോകുന്ന ഒരു നേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു അപ്പോ വന്ന് ജോയിൻ ചെയ്തൊരു നേഴ്സിനായി ഒരിക്കലും കൂടെ വിടില്ല അല്ലെ. അപ്പോ ആള് ട്രെയിനഡ് ആയിട്ടുള്ള ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ ഒരു സ്റ്റാഫിനെ ആയിരിക്കും നമ്മൾ ഈ ട്രാൻസ്ഫർ സമയത്ത് അക്കമ്പൈൻ ചെയ്ത് കൂടെ എടുക്കുന്നത്. Then enough training in advanced cardiac life support means അനുഗമിക്കുന്ന ആ ഒരു വ്യക്തി എന്താണ്, ആ യോഗ്യതയുള്ളതും നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. രോഗിയുടെ കൈമാറ്റത്തിൽ പരിശീലനം നേടിയിരിക്കുന്ന ആ ഒരു വ്യക്തി ആയിരിക്കണം. അതുപോലെ ക്രിട്ടിക്കൽ കെയർ പരിചരണവും then cardiac life support means നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഡിസീസസ് അതിനൊക്കെ കൈകാര്യം ചെയ്യുന്നതും എയർവേ മാനേജ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയറിന്റെ ഒരു ക്രിട്ടിക്കൽ കെയറിൽ ഒരു ട്രെയിനിങ് കിട്ടിയ ഒരു വ്യക്തി ആയിരിക്കണം കൂടെ പോകുന്നത്. ആ ഒരു പേഷ്യന്റിന് അതുപോലെ തന്നെ നോക്കാം. If the physician is not available, shift unstable the patient. ഇപ്പൊ ഫിസിഷ്യൻ ആ ടൈമിൽ അവൈലബിൾ അല്ല എങ്കിൽ പോലും then the provision of contacting the physician concerned by the transport term should certainly be ready for the service. ആ ടൈമിൽ ഫിസിഷ്യൻ ഇല്ലെങ്കിൽ പോലും ആ ഫിസിഷ്യന്റെ പോലെ തന്നെ കൂടെ നിന്ന് വേണം ഈ ഒരു സ്റ്റാഫുകൾക്ക് നമുക്ക് ട്രാൻസ്ഫർ അവർക്ക് കൂടെ പോകാനായിട്ട് സാധിക്കുന്നത്. കാരണം അത്രത്തോളം അവർക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആയിരിക്കും കൂടെ പോകേണ്ടത്. സോ ഫിസിഷ്യൻ ഇല്ലെങ്കിലും അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ചെയ്യാൻ സാധിക്കുന്നത്? അവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ. അല്ലാതെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിനെ ഒരിക്കലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ വിടാറില്ല അല്ലെ. മാക്സിമം ആ ഒരു ഫീൽഡില് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സണെയാണ് നമ്മൾ ആ ഒരു സ്റ്റാഫിനെ ആയിരിക്കും അക്കമ്പനിങ് ചെയ്ത് വിടുന്നത്. ഓക്കെ, അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇതിന്റെ ഒരു ക്രോഡീകരണം അല്ലെങ്കിൽ ഒരു സമ്മറി പോലെ പറഞ്ഞതാണ് കേട്ടോ. ഇതുകൂടി പറയാൻ വേറൊന്നല്ല, കൂടുതൽ ട്രെയിൻഡ് ആയിട്ടുള്ള അതുമായിട്ട് ക്രിട്ടിക്കൽ കെയറിൽ കൂടുതൽ എക്സ്പോർട്ടഡ് ആയിട്ടുള്ള നഴ്സസിനെ ആയിരിക്കും കൂടുതലും അക്കമ്പനി ചെയ്ത് പറഞ്ഞു വിടുന്നത്. ഇപ്പൊ ഒരു ഫിസിഷ്യന്റെ അവൈലബിലിറ്റി ആ ഒരു സാഹചര്യത്തിൽ ഇല്ല എങ്കിൽ പോലും ആ പറയുന്ന സ്റ്റാഫിന് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. സോ അവര് അതിൽ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് ആയതിനാൽ ഒരു ഫിസിഷ്യന്റെ അഭാവത്തിലും അവർക്ക് എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇല്ല ഇവിടെ ക്ലാസ്സില്? ഓക്കെ, നമ്മൾ ആ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇല്ലേ, അതിന്റെ ഒരു ക്രോഡീകരണമാണ് പറഞ്ഞത്. അതായത് അക്കമ്പനി ചെയ്ത് പോകേണ്ട പേഴ്സൺ ട്രെയിൻഡ് ആയിട്ടുള്ളത്, വെൽ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ആയിരിക്കണം. അവർക്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ എയർവേ മാനേജ്മെന്റോ അല്ലെങ്കിൽ മറ്റു ക്രിട്ടിക്കൽ ടീമില്, അതായത് ഇങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്നുള്ള പേഷ്യൻസിന്റെ ഒപ്പം നിന്നുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ആവശ്യമാണ്. സോ ഒരു ഫിസിഷ്യൻ അവൈലബിൾ അല്ല എങ്കിൽ പോലും ഫിസിഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു സ്റ്റാഫിന് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത്രയും മാത്രം പറയുന്നുള്ളൂ അവിടെ. Then നെക്സ്റ്റ് നോക്കാം. എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് അല്ലെ. ഇനി എന്തൊക്കെയാണ് ഉപകരണങ്ങളും ഡ്രഗ്സ്, മോണിറ്ററിംഗ്, മെഡിസിൻസും മറ്റ് മോണിറ്ററിംഗ് സിസ്റ്റംസ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. 3 പോയിന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം കേട്ടോ. A proper inspection with the provision of all life-saving drug is compulsory for transfer for all patients with level
1, 2 and 3 critical care needs. ലെവൽ 1, 2, 3 ആ ഒരു 3 സ്റ്റേജിലുള്ള പേഷ്യൻസിന് ആവശ്യമുള്ള എല്ലാ ഡ്രഗ്സുകൾ അല്ലെ കമ്പൽസറി ആയിട്ടും ട്രാൻസ്ഫർ വേളയിൽ അതിനൊരു കൈമാറ്റം ചെയ്തതിനുള്ള വ്യവസ്ഥകളോട് ശരിയായിട്ടുള്ളൊരു എന്താ പറയാ ഡ്രഗ്സുകളും കാര്യങ്ങളുടെ പരിശോധന നിർബന്ധം ആണ്. അതായത് സീറോയിൽ ഞാൻ പറഞ്ഞില്ലേ നോർമൽ പേഷ്യൻസ് ഒക്കെ ആയിരിക്കുമല്ലോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ 1, 2, 3 എന്താണ് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. സോ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സുകളും കാര്യങ്ങളും അതിന് ശരിയായിട്ടുള്ള ഒരു പരിശോധനയും അത്യാവശ്യം ആണ്. The transfer ambulance should be prepared with all drugs and devices needed for airway operation, oxygenation, ventilation, hemodynamic monitoring and rescue system. അപ്പോ ഇവിടെ വരുന്നത് ലെവൽ 1ലും 2ലും 3ലും വരുന്ന പേഷ്യൻസിന്റെ അവർക്ക് ആവശ്യമുള്ള ഡ്രഗ്സുകളും മരുന്നുകളും കാര്യങ്ങളും ഈ നമ്മൾ ആ ഒരു ആംബുലൻസിൽ സജ്ജീകരിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡിവൈസസ് വേണം. എയർവേ ഓപ്പറേഷൻസ്, ഓക്സിജനേഷൻ, അതായത് ഓക്സിജൻ ലഭിക്കാത്ത നമ്മൾ ഓക്സിജൻ സിലിണ്ടറും മറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ. അതുപോലെ വെന്റിലേഷൻസ്, ഇപ്പോ വെന്റിലേറ്റർ ആംബുലൻസ് അല്ലെങ്കിൽ ICU ആംബുലൻസ് ഒക്കെ അവൈലബിൾ ആണല്ലോ. സോ ഈ 1ലും 2ലും 3ലും വരുന്ന പേഷ്യൻസിനാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ സജ്ജീകരിച്ചിരിക്കണം. ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് ആൻഡ് റെസ്ക്യൂ, അതായത് മോണിറ്ററിംഗ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ ഈ രക്തത്തിന്റെ ഒരു രക്തചലനാത്മകത അല്ലെങ്കിൽ രക്തപ്രവാഹത്തിന്റെ ഒരു നിലയ്ക്കൽ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ അതിനൊരു മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെ. റെസിസ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുനരുജ്ജീവനം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. റെസിസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, പുനരുജ്ജീവനം, അതായത് രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെയുള്ള മോണിറ്ററിങ്ങുകളും ഡ്രഗ്സുകളും സജ്ജമാക്കിയിരിക്കണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. 1ലും 2ലും 3ലും വരുന്ന ക്രിട്ടിക്കൽ കെയറിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട മെഡിസിൻസും മോണിറ്ററിംഗ് സിസ്റ്റംസും മറ്റ് ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറുകളും അങ്ങനെ വരുന്ന എക്യുപ്മെന്റ്സുകൾ സജ്ജമാക്കിയിരിക്കണം അവരെ പുനരുജ്ജീവനത്തിന് വേണ്ടി. ക്ലിയർ ആയോ? നിങ്ങളെ പേരുകൾ കണ്ടൊന്നും പേടിക്കേണ്ട, എക്യുപ്മെന്റ്സും ഡ്രഗ്സുകളും സജ്ജീകരിച്ചിരിക്കണം എന്ന് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. All the inspections needs to confirmed before the beginning of transfer together with the starting of infusion drugs. The drugs required for patient transfer involve muscle relaxants, sedative, analgesics, intropus and resuscitation drugs. കുറച്ച് മെഡിസിൻസിന്റെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മെഡിസിൻസിന്റെ പേരുകളാണ്, എന്തൊക്കെ മെഡിസിൻസ് ആണ് വേണമെന്നാണ് പറയുന്നത്. All inspections needs to confirmed before beginning of transfer together. അവിടെ പറയുന്നത് ഇൻഫ്യൂഷൻ ഡ്രഗ്സ്. എങ്ങനെ ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇൻഫ്യൂഷൻ ഡ്രഗ്സ് മീൻസ് അവരുടെ ഒരു പെട്ടെന്ന് തന്നെ ഫലിക്കുന്ന ഡ്രഗ്സുകളൊക്കെ ഇല്ലേ, അതായത് ആന്റിബയോട്ടിക് പോലെ ഭയങ്കര എഫക്റ്റ് പെട്ടെന്ന് തന്നെ എഫക്റ്റീവ് ആകുന്ന തരത്തിലുള്ള ഇൻഫ്യൂഷൻ ഡ്രഗ്സുകൾ അല്ലെ. അപ്പോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് തന്നെ എല്ലാ പരിശോധനകളും സ്ഥിരീകരിക്കണം എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫറിന് മുന്നേ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ഇൻഫ്യൂഷൻ ഡ്രഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക, അതായത് പരിശോധനകളൊക്കെ ചെയ്യാം. ഇനി ദ ഡ്രഗ്സ് റിക്വയർഡ് ഫോർ പേഷ്യന്റ് ട്രാൻസ്ഫർ, ഇനി ഏതൊക്കെ തരത്തിലുള്ള മെഡിസിൻസ് ആണ് ആ ടൈമില് നമ്മളുടെ കൈവശം വെക്കേണ്ടത്? ആ മെഡിസിൻസുകളുടെ പേരാണ് പറയുന്നത്. മസിൽ റിലാക്സൻസ്, അതായത് ഭയങ്കര പെയിൻ കില്ലർ ഒക്കെ പോലത്തെ മെഡിസിൻസുകൾ. മസിൽ ഭയങ്കര ബുദ്ധിമുട്ട് വേദനകളൊക്കെ വരില്ല ചില പേഷ്യൻസിന്, പെയിൻ കില്ലേഴ്സ് പോലത്തെ സംഭവങ്ങൾ. സെഡേറ്റീവ്സ് അറിയാലോ, മയങ്ങിപ്പോകുന്ന തരത്തിലുള്ളത്, പെട്ടെന്ന് ഉറക്കം, അതായത് വേദന ഇല്ലാതെ ആകും ആ ഒരു ഉറക്കം പറഞ്ഞേ. അലർജിയുടെ മെഡിസിൻസ്, അങ്ങനെയുള്ള കുറച്ച് സെഡേറ്റീവ് ആയിട്ടുള്ള ക്രിട്ടിക്കലിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള സെഡേറ്റീവ് മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ഒരു ഇത്ര മണിക്കൂർ ഒരു മയക്കത്തിലേക്ക് ആകും ആ ഒരു സെഡേറ്റീവ് മെഡിസിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസുകൾ. പിന്നെന്താണ്? അനലജിസിസ് ആണ് വേദന സംഹാരികൾ, പെയിൻ കില്ലേഴ്സ് ഉണ്ടാവും. ദെൻ അടുത്തത് പറയുന്നത് ഇൻട്രോപ്പസ് മീൻസ് ഒരു നമ്മുടെ ബ്ലഡ് പ്രഷർ ഒക്കെ അതിന്റെ ഒരു ലോ BP ഒക്കെ ഉള്ള ഒരു മെഡിസിൻ ആണ് ഇൻട്രോപ്പസ്. ചില പേഷ്യൻസിന് ആ ടൈമിൽ BP കുറയുകയോ കൂടുകയോ അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അതിനുള്ളതാണ് ഇൻട്രോപ്പസ് എന്ന് പറഞ്ഞൊരു ഇത് കേട്ടോ, BPയുടെ ലെവലിലൊക്കെ കൺട്രോൾഡ് ആവാൻ വേണ്ടി. ദെൻ റെസിസ്റ്റേഷൻ ഡ്രഗ്സ് മീൻസ് പുനരുജ്ജീവനം.
പെട്ടെന്ന് തന്നെ ഭയങ്കര പവർ ആയിട്ടുള്ള ഒരു മെഡിസിൻസ് ആണ് ഈ റെസിസ്റ്റേഷൻ ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും മെഡിസിൻസുകളാണ് നമ്മൾ സജ്ജമാക്കി ഇരിക്കേണ്ടത്. മസിൽ റിലാക്സന്റ്, സെഡേറ്റീവ്, അനലജീസിസ്, ഇൻട്രോപ്പസ്, ദെൻ റെസിസ്റ്റേഷൻ ഡ്രഗ്സ്. ഓക്കെ, മെഡിസിൻസിന്റെ പേരുകളാണ് നിങ്ങൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മെഡിസിൻസിന്റെ ജസ്റ്റ് പേരുകൾ പറയുന്നതുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. അപ്പൊ അത്രയും മെഡിസിൻസ് ആണ് അവിടെ സജ്ജമാക്കിയിരിക്കേണ്ടത്. ദെൻ the person responsible to be patient transfer should assure correct supply of these emergency drugs. അപ്പോ മരുന്ന് ഉൾപ്പെടുന്നത് അപ്പൊ രോഗിയുടെ കൈമാറ്റത്തിന് ഉത്തരവാദിയായിട്ടുള്ള വ്യക്തി, ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ആരാണ്? കൂടെ പോകുന്ന നഴ്സുകൾ അല്ലെ, സ്റ്റാഫുകള്, അവർക്ക് എന്താണ് ആ ഒരു അടിയന്തര മരുന്നുകളുടെ ഇങ്ങനെയുള്ള എമർജൻസി ഡ്രഗ്സിന്റെ സപ്ലൈനെ കുറിച്ച് ഒരു ഉറപ്പാക്കണം. ഇത് മെഡിസിൻസുകളൊക്കെ ഇത്രയും മെഡിസിൻസുകൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇത് എന്ത് ചെയ്യാ? ഉറപ്പ് വരുത്തുക. Then some these drugs may be needed to be prepared pre-filled syringes before the transfer. ഇനി അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന മരുന്നുകള് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം? നേരത്തെ മുൻകൂട്ടി സിറിഞ്ചില് ഫില്ല് ചെയ്ത് നിറച്ചിരിക്കണം. ആ ടൈമില് എന്താ പറയുക, ചിലപ്പോൾ മരുന്നെടുത്ത് സിറിഞ്ചില് മരുന്നൊക്കെ നിറക്കാൻ അതൊന്നും കിട്ടില്ല ട്രാൻസ്ഫറിന്റെ ടൈമില്. സോ അപ്പൊ അതുവരെ പക്ക പ്രോപ്പർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, നമ്മുടെ സിറിഞ്ചില് ഫിൽഡ് ആയിരിക്കണം. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ധൃതി പിടിച്ച് ആ ഒരു ഒറ്റ സെക്കൻഡ് ചിലപ്പോൾ മതിയാവും ആ പേഷ്യൻസിന്റെ ആ ഒരു മീൻസ് കോംപ്ലിക്കേറ്റഡ് ആവാനായിട്ട്. സോ സിറിഞ്ചില് വരെ പ്രീഫിൽഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത്രയ്ക്കും എന്താ പറയാ, പ്രോപ്പർ ആയിട്ട് തന്നെ ആയിരിക്കണം കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുക ട്രാൻസ്ഫറിന്റെ ടൈമില്. സിറിഞ്ചില് അപ്പൊ ഇത്രയും മരുന്നുകൾ സ്റ്റോക്ക് ചെയ്തിരിക്കണം. ഇനി അത്യാവശ്യം വേണ്ടുന്ന മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന മെഡിസിൻസ് എന്ത് ചെയ്യാ? പ്രീഫിൽഡ് കൂടി ചെയ്യണം സിറിഞ്ചില്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? കുറച്ച് മെഡിസിൻസുകൾ അത്യാവശ്യമാണെന്ന്, അപ്പൊ അതും സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന മെഡിസിൻസ് എന്ത് ചെയ്യുക? പ്രീഫിൽഡ് സിറിഞ്ചിൽ ഫിൽ ചെയ്ത് വെക്കുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. Then the minimal standard of inspection suggested for patient transfer include uninterrupted electrocardiogram inspection, non-invasive with blood pressure, oxygen saturation and temperature. Non-invasive blood pressure may be notably affected by the motion artifacts, so it may be cautious to use of invasive blood pressure inspection in selected subset of patient. എന്താണ് കുറച്ച് നമുക്ക് അറിയാത്ത വേർഡ്സുകളൊക്കെ വരുന്നുണ്ട് അല്ലെ. അതായത് കുറഞ്ഞ നിലവാരത്തിലുള്ള മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ഈ ട്രാൻസ്ഫറിന് മുൻപ് കുറഞ്ഞ നിലവാരത്തിലുള്ള ബാക്കി പരിശോധനകളൊക്കെ ചെയ്യണമെന്ന്. കുറഞ്ഞ നിലവാരത്തിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ECG പരിശോധന ഉണ്ടെങ്കിൽ ECG കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. പിന്നെന്താണ് BP-യുടെ ലെവലൊക്കെ ഒന്ന് നോക്കാം. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ അത്ര കൂടുതലല്ലാത്തൊരു BP, അതാണ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. മീൻസ് ആക്രമണപരമല്ലാത്ത രീതിയിലുള്ള ഒരു BP. ഓക്സിജൻ സാച്ചുറേഷൻ, ഓക്സിജന്റെ അളവൊക്കെ ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ECG നോക്കാം, അതുപോലെ ബ്ലഡ് പ്രഷർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാം, ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് നോക്കാം. ഈ ഓക്സിജൻ സാച്ചുറേഷൻ എന്താ? ഓക്സിജൻ സാച്ചുറേഷൻ അറിയാമോ? ഓക്സിജൻ സാച്ചുറേഷൻ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ ഒരു അളവൊക്കെ ഉണ്ട്. ആ അളവിൽ ഓക്സിജൻ കുറയാനും പാടില്ല, ഓക്സിജൻ കൂടാനും പാടില്ല. നമുക്കറിയാം കുറച്ച് നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളിലൊക്കെ ഓക്സിജന്റെ അളവ് കുറവാണെന്നൊക്കെ പറയും. ശ്വാസം മുട്ടും അങ്ങനെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ ഓക്സിജന്റെ ലെവല് കുറവായിരിക്കും. അപ്പൊ അതിനൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യുന്നതിന് അപ്പൊ നോർമലി നമ്മൾക്ക് പറയുന്നത് 96 to 100 ആണ് ഒരു ഓക്സിജന്റെ റേറ്റ് പറയുന്നത്. നോർമലി ഒരു പേഴ്സണ് ഒരു 96 to 100 വേണം എന്നാണ് പറയുന്നത് ഓക്സിജൻ റേറ്റ്. ഓക്കെ, അപ്പൊ അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പൊ അതെല്ലാം നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്ത വേളയിൽ നോക്കണം. ഓക്കെ, നോക്കാം. അപ്പൊ അത്രയും അവിടെ പറയുന്നത്, അതായത് ഈ ചെറിയ മിനിമം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇലക്ട്രോ ECG-യും അല്ലെങ്കിൽ ഓക്സിജൻ ലെവൽ നോക്കുക, അതുപോലെ ടെമ്പറേച്ചറും മറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, ഇത്രയും ഉള്ള ആ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് 2 പോയിന്റ് കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. എന്നിട്ട് അതും കൂടി എടുക്കാൻ പറ്റുമോ നോക്കാം.
All the inspections equipment should be secured accurately and should be placed at below the level of patient for uninterrupted inspection. The electrical device functional on battery power with the provision of extra batteries during transfer. അല്ലെ, ഇപ്പൊ നമുക്കറിയാം ഈ ആംബുലൻസിന്റെ ഉള്ളിൽ ഒത്തിരി എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, കുറെ മെഷീൻസും മോണിറ്ററിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പരിശോധനകളും അല്ലെങ്കിൽ ഉപകരണങ്ങളും എന്താണ് കൃത്യമായിട്ടും സുരക്ഷിതമായിട്ടും തടസ്സമില്ലാതെ രോഗിയുടെ നിലവാരത്തിന് താഴെയായിട്ട് വേണം സ്ഥാപിക്കാറുണ്ട്. അതായത് പേഷ്യന്റ് കിടക്കുന്നുണ്ടല്ലോ, അപ്പൊ പേഷ്യൻസിന്റെ കിടക്കുന്നതിന് താഴെയായിട്ട് വേണം ഈ മോണിറ്ററിംഗ് സിസ്റ്റങ്ങൾ സ്ഥാപിക്കുവാൻ. ഇനി പറയുന്നത് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉണ്ടെങ്കിൽ ചില ഡിവൈസസ് ഒക്കെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പൊ ചിലപ്പോൾ പോകുന്ന വഴിക്ക് നോക്കുമ്പോ ആ ഡിവൈസ് ഓപ്പൺ ആക്കുമ്പോ ഓപ്പൺ ആവുന്നുണ്ടാവില്ല, ചിലപ്പോൾ ബാറ്ററി ചാർജ് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാറ്ററി ഒക്കെ നേരത്തെ തന്നെ ഫിൽ ആയിട്ടുള്ള ബാറ്ററീസും അല്ലെങ്കിൽ എക്സ്ട്രാ ബാറ്ററികളും ഈ ഡ്യൂറിംഗ് ട്രാൻസ്ഫറിന്റെ ടൈമിൽ ഉപയോഗിക്കണം. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, അതായത് എന്താണ് ആ മോണിറ്ററിംഗ് സിസ്റ്റം രോഗിയുടെ മിനിമം നിലവാരത്തിന് താഴെയായിട്ട് സ്ഥാപിക്കുക. അതുപോലെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്ട്രാ ഒരു ബാറ്ററി കൂടി കരുതുക. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കാം. Patient on ventilator must be shifted on portable transport ventilators with the provision of display of alarms associated with tidal volume, airway pressure, inspiratory-expiratory ratio, inspired oxygen fraction and respiratory rate. ഇവിടെ എന്താണ് പറയുന്നത്? പേഷ്യന്റ് ഇപ്പൊ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഒരു പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്ററിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ. വെന്റിലേറ്റർ ആംബുലൻസിലെ അതിലേക്കായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി അതിന് അലാംസ് വെച്ചിരിക്കുന്നത് മീൻസ് ടൈഡൽ വോളിയം, എയർവേ പ്രഷർ, ഇൻസ്പിറേറ്ററി റെസ്പിറേറ്ററി റേഷ്യോ, ശ്വാസ നിശ്വാസ ആ ഒരു നിരക്കുകളുടെ ഇത്, ഓക്സിജൻ ഫ്രാക്ഷൻ, ഓക്സിജന്റെ കളർ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, റെസ്പിറേറ്ററി റേറ്റ് നമ്മുടെ ശ്വാസ നിരക്ക്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് അതിന്റെ ഒരു അളവ് കിട്ടാനായിട്ട് അലാംസ് ഒക്കെ വെക്കില്ലേ, മീൻസ് അലാറം ഘടിപ്പിച്ചിട്ട് ഒരു മീൻസ് അലാംസ് എന്ന് പറഞ്ഞപ്പോ ഒരു ബീപ്പ് സൗണ്ട് ഒക്കെ അടിക്കില്ലേ അലാംസ്. അപ്പൊ അങ്ങനെ ആ ഒരു അലാംസ് ഒക്കെ അടിക്കുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം ഈ വെന്റിലേറ്റർ ആംബുലൻസിൽ. അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ല, വായിച്ച് അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. മാക്സിമം ഞാൻ ഷോർട്ട് ആക്കിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കുഞ്ഞു പോർഷൻ കൂടി ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡോക്യുമെന്റേഷൻ എടുക്കാം കേട്ടോ, ഒന്നും കൂടി റിപ്പീറ്റ് ഒക്കെ ചെയ്ത് തരാം, വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഈ ഒരു ഇത് കൂടി കഴിഞ്ഞ് നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കഴിഞ്ഞട്ടോ, ഡോക്യുമെന്റേഷന്റെ ഒരു ഭാഗം കൂടി ഇനി വരുന്നുള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോർഷൻ ആണ്, പക്ഷെ എന്ത് ചെയ്യാ, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നാലാമത്തെ പോയിന്റിൽ ഒന്നുകൂടി പറയാട്ടോ. നാലാമത്തെ പോയിന്റിൽ പറഞ്ഞത് നമ്മള് എക്യുപ്മെന്റ്സ് മോണിറ്ററിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ ആംബുലൻസിലൊക്കെ, അത് രോഗി കിടക്കുന്നതിന് താഴെയായിട്ട് സ്ഥാപിക്കണം. അതുപോലെ തന്നെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാറ്ററി തീർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ എന്ത് ചെയ്യാം, എന്തെങ്കിലും എക്സ്ട്രാ ബാറ്ററികൾ കൂടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ബാറ്ററികൾ കയ്യിൽ വെക്കുക. ഏതെങ്കിലും ഉപകരണം വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ബാറ്ററി ചാർജ് ഇല്ലെങ്കിലോ, അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക, എക്സ്ട്രാ ഒരു ബാറ്ററി കൂടി നമ്മൾ കയ്യിൽ കരുതുക. ഇനി ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് എന്താണ്, ഇപ്പൊ വെന്റിലേറ്ററി ആംബുലൻസ് ആണെങ്കിൽ, ഇപ്പൊ വെന്റിലേറ്ററി ആംബുലൻസ് ആണെങ്കിൽ അതിൽ ഡിസ്പ്ലേ അലാംസും കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ റെസ്പിറേറ്ററി റേഷ്യോ, ശ്വാസ ഇത് നമ്മള്, പിന്നെന്താണ് പ്രഷർ അല്ലെങ്കിൽ ഓക്സിജൻ ഫ്രാക്ഷൻ, ഓക്സിജൻ ലെവൽ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ബീറ്റ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കില്ലേ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ബീറ്റ് സൗണ്ടുകൾ ഉണ്ടാക്കുന്നത്, കുറയുമ്പോൾ കൂടുമ്പോഴൊക്കെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? മോണിറ്ററിംഗിൽ കാണിക്കില്ല ഇങ്ങനെ ഒരു അലാം പോലെ ഇങ്ങനെ സൗണ്ടുകൾ ഉണ്ടാക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ഫിലിമിലൊക്കെ കാണും, ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബീപ്പ് അലാംസ് ഒക്കെ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബീപ്പ് അലാംസ് ഒക്കെ ഇങ്ങനെയുള്ള ആംബുലൻസുകളിൽ സെറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഒന്നും കൂടി ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ, പക്ഷെ മനസ്സിലാക്കി പഠിച്ച എളുപ്പമാണ്. ലെവൽ 0, 1, 2 ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ ആണോ എല്ലാവരും?
Yes, ma'am. ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ? അത്യാവശ്യം മനസ്സിലായോ എന്തെങ്കിലും ഒക്കെ? മനസ്സിലായോ? മാം ലെവൽ ഒന്ന് പറയുവോ? ഏതാ? ലെവൽ 1 ഒന്ന് പറയുവോ? ലെവൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും മീൻസ് കണ്ടീഷൻസ് വഷളാകുന്ന തരത്തിലുള്ള പേഷ്യൻസ് ആണ് നമ്മൾ ലെവൽ 1 ഉദ്ദേശിക്കുന്നത്. അവിടെയും 2 നേഴ്സ്, ഒരു പാരാമെഡിക് യൂണിറ്റിലെ നേഴ്സും പോകണം, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സും കൂടെ പോകണം. ക്ലിയർ ആയോ? യെസ് മാം, ക്ലിയർ ആയി. സീറോയില് പറയുന്നത് നോർമലി ആയിട്ടുള്ള പേഴ്സൺ ആണ് അല്ലെ? അതിന് സിനിമയുടെ മൂവിയുടെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൂവിയുടെ പേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇനി മോണിറ്ററിംഗ് സിസ്റ്റം കാണാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കമന്റ് നോക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ലെവൽ 0, 1, 2 വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. സീറോയില് നോർമൽ പേഴ്സൺ ആണ്. 1 വരുന്നത് ഈ ട്രാൻസ്ഫർ വേളയിൽ വഷളാകുന്ന പേഷ്യൻസ് ആണ്. 2 വരുന്നത് 1 ഫെയിലിയർ ഓർഗാനിസം. 3 വരുന്നത് 2 ഫെയിലിയർ ഓർഗാനിസം. അത്രയും മതി. നമ്മൾ കൂടുതലായിട്ടൊന്നും പഠിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് അത്രയും ഷോർട്ട് ആക്കിയാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടുണ്ടോ? ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് മീൻസ് ആ ഒരു ടേംസും കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. സംഭവം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ഓക്കെ. അത് ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടാണ്. ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടാണ് ടഫായിട്ട് തോന്നുന്നത്. അതാ ഞാൻ ക്ലാസ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചിരി ടേമുകളും കാര്യങ്ങളും ഇന്ന് വരുന്നുണ്ട് അല്ലേ? എങ്കിലും കേട്ടപ്പോ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ലല്ലോ. പിന്നെ പേരുകൾ നമുക്ക് മാറ്റി പഠിക്കാൻ പറ്റില്ലല്ലോ. തന്നിരിക്കുന്ന ടേം തന്നെ പഠിക്കണം. ഓക്കെ, ഇനി ചെറിയൊരു ക്വസ്റ്റനും കൂടി ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, പെട്ടെന്ന് പോയില്ലേ നമ്മളുടെ ചാപ്റ്റർ? അതെ അതെ. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ? പറഞ്ഞതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? പറ്റുന്നു. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, മാക്സിമം ഷോർട്ട് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാൻ പറ്റുന്നത്. നമ്മൾ മാക്സിമം എക്സാമ്പിൾ വെച്ചൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.